അങ്ങനെ റിയാദിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി ഇത് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. അപ്പോൾ അവിടെ ക്യാമലിനെയൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കോബാറിലെത്തിയപ്പോഴത്തേക്ക് നല്ല രാത്രിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 8 മണി ആ ഒരു സമയത്താണ് നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. എനിക്ക് വിസ റിന്യൂ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലുലുവിൻ്റെ അവിടെയായിരുന്നു പറഞ്ഞിരുന്ന ടാക്സി ചേട്ടനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ബഹ്റൈൻ ബ്രിഡ്ജ് അവിടേക്ക് പോവുകയാണ്. അവിടെ പോയിട്ടാണ് നമ്മൾ വിസ റിന്യൂ ചെയ്തത്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ട് എടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. രാത്രിയിൽ ബഹ്റൈൻ ബ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ എനിക്ക് രാത്രിയിലേക്കാൾ ഇഷ്ടപ്പെട്ടത് പകൽ പോയി കണ്ടപ്പോഴാണ്. പകൽ കണ്ടപ്പോൾ കടലും എല്ലാം കാണാൻ പറ്റുമായിരുന്നു. രാത്രി പക്ഷേ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റൂ, കടലൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ എത്തി നമ്മൾ വിസ റിന്യൂ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് എനിക്ക് ഒരു 1 hour മൊത്തത്തിലെടുത്തേ ഉള്ളൂ. 8:30 ആ ടൈമാണെന്ന് തോന്നുന്നു. 8 മണിക്ക് അവിടെ എത്തി. ഏകദേശം 8 ടൈമൊക്കെ ആണെന്ന് തോന്നുന്നു ഇറങ്ങിയപ്പോൾ. ഒരു 9:30 ആയപ്പോഴത്തേക്ക് തന്നെ തിരിച്ച് എത്തുകയും ചെയ്തായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അവിടെ. എന്നാലും പെട്ടെന്ന് ഏകദേശം ഒരു 1 hour കറക്റ്റ് 1 hourൽ എല്ലാം കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ആ ലുലുവിൻ്റെ ഇവിടെ തന്നെ നമ്മളെ കൊണ്ട് ഇറക്കുമായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഒരു 2 ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടോട്ടൽ നമ്മൾ 3 ഫാമിലീസായിരുന്നു അതിലുണ്ടായിരുന്നത്. കല്യാണി കയറിയപ്പോൾ തന്നെ ഉറങ്ങി. പിന്നെ നമ്മൾ കല്യാണി നല്ല ടയർഡായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചെത്തിയിട്ട് നേരെ റൂമിലേക്കാണ് പോയിരുന്നത്. കല്യാണിക്ക് നമ്മൾ വിസ റിന്യൂ ചെയ്യാൻ പോയ ടൈമിൽ തന്നെ കാറിൽ കല്യാണിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. കല്യാണിയുടെ ഏജല്ല, ഒരു ചേച്ചീനെ, ഒരു വലിയ ചേച്ചിയൊക്കെ കിട്ടി. ആളുടെ മടിയിലും എൻ്റെ മടിയിലും ഒക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങലായിരുന്നു കല്യാണി ഫുള്ള്. തിരിച്ച് എത്തി അപ്പോഴാണ് എണ്ണീറ്റ് നേരെ നമ്മുടെ കാറിൽ കയറിയിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ് ചെയ്തത്. നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിലേക്ക് എത്തുകയും ചെയ്ത്. കല്യാണി നല്ല ഉറക്കത്തിൽ വരുന്നല്ലോ. അപ്പം നമ്മൾ വേറെ എങ്ങും കയറിയില്ല, നേരെ ഹോട്ടൽ റൂമിലേക്ക് വരുമായിരുന്നു. കോബാറിൽ തന്നെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അവിടെ തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. നല്ലൊരു റൂമുമായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് ഉള്ള ഒരു റൂമായിട്ടാണ് ഫീൽ ചെയ്തത്. റൂം തുറന്ന് റൂമിനകത്തേക്ക് കയറിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വാഷ്റൂമും ഒരു വാർഡ്രോബും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ തന്നെ കല്യാണി നല്ല ടയർഡായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കല്യാണി ബെഡിലേക്കാണ് കിടക്കാൻ കയറിയത്. അത് കഴിഞ്ഞ് ഞാൻ റൂമിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കല്യാണി ഇങ്ങനെ ഉറങ്ങാൻ റെഡിയായിട്ട് ടയർഡായിട്ടിരിക്കുകയാണ്. അമ്മ വാ ഉറക്കം വരുന്നു എന്നാണ് ആളി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയം അമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയ രീതിയിൽ ഓടിച്ചിട്ട് റൂമിൻ്റെ ഒരു വീഡിയോ എടുത്തതാണിത്. നല്ല ഭംഗിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു റൂമായിരുന്നു. നമുക്ക് നല്ലൊരു നിദ്ര എന്നൊക്കെ പറയുന്നത് പോലെ നല്ല സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുന്നൊരു അന്തരീക്ഷമായിരുന്നു. ശബ്ദങ്ങളോ ഒന്നും തന്നെ ഡിസ്റ്റർബായിട്ടുണ്ടായിരുന്നില്ല. കല്യാണി എന്നെ വെയിറ്റ് ചെയ്ത് മടുത്ത് കല്യാണി കയറി കിടന്ന്. പിന്നെ കല്യാണിക്ക് കൂട്ടായിട്ട് കല്യാണിയുടെ പപ്പ പോയി. പിന്നെ പപ്പ ഫുഡ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കല്യാണിൻ്റെ പപ്പ ഫുഡ് വാങ്ങാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കോബാറിൽ താമസിച്ച റൂമിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ റൂം വിശേഷം കഴിഞ്ഞ് ബാക്കി വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.